റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ എങ്ങനെ മാനേജ്മെന്റ് കൺസൾട്ടിങ്ങിൽ ഉപയോഗിക്കാം എന്നതാണ് നമ്മളിന്ന് വിശദീകരിക്കുന്നത്. ആദ്യം റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനെ പറ്റി പറയാം. അപ്പോൾ നമ്മൾ ലൈബ്രറിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പുസ്തകങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ യാത്ര പോകുന്ന ഒരു സെക്ഷൻ ആയിരിക്കും, നോവലുകൾ മറ്റു സെക്ഷൻ. ഇത്തരം കൃത്യമായ ഡാറ്റകൾ ഒരു സോർട്ട് ചെയ്ത് വെക്കുകയാണ്, നമുക്കത് അനലൈസ് ചെയ്യാൻ, അതിൽ നിന്ന് ഒരു റിസൾട്ടുകൾ കൊണ്ടുവരാനൊക്കെ എളുപ്പമായിരിക്കും. ഇത്തരത്തിൽ സ്ഥിരമായി ഒരേ രീതിയിൽ നടക്കുന്ന ബിസിനസ് പ്രോസസ്സുകൾ ഒരു സോഫ്റ്റ്വെയർ റോബോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യുകയും അതിൻ്റെ ഒരു ആ പ്രോസസ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു ഓൺബോർഡിംഗ് നടക്കുകയാണ്. സ്ഥിരമായ ഒരു രീതിയിലായിരിക്കും ഓൺബോർഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ ഓൺബോർഡിംഗ് ഒരു പ്രോസസ് ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് സ്ഥാപനത്തിൽ ഓൺബോർഡിംഗ് നടത്താൻ സാധിക്കുമെന്നാണ് ഇതിന്റെ റിസൾട്ടുകളും ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ യൂസ് കേസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഓൺബോർഡിംഗ് മികച്ച രീതിയിൽ നടക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ UAE പാത്ത് അല്ലെങ്കിൽ ബ്ലൂ പ്രിസം പോലുള്ള കമ്പനികൾ ഇത്തരം പല ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. പല മൾട്ടിനാഷണൽ കമ്പനികളും ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ ഇപ്പോൾ ഹെൽപ്പ് തേടിക്കൊണ്ട് തന്നെ പല രീതിയിൽ ഓട്ടോമേഷൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലോൺ പ്രോസസ്സിങ്, ആ പ്രോസസ്സിങ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ലോൺ അപ്രൂവൽ, ഇതൊക്കെ ഒരേ രീതിയിലുള്ള പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത്തരം മേഖലകളിലും ഇത്തരം ഒരു റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ടെക്നോളജിയുടെ അതിനൂതനമായ ഇത്തരം പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ് നമ്മളുടെ ബിസിനസ് പ്രൊമേസിലും കൊണ്ടുവരുമ്പോൾ മാനുവൽ ഇന്റർവെൻഷൻ കുറയ്ക്കുകയും ഇറേഴ്സ് കുറയ്ക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ഒരു പ്രധാന ദൗത്യമായിട്ട് വരുന്നത്. ഫാസ്റ്റ്ലി പ്രോസസ്സുകൾ നടക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ.